എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ദശാംശ സംഖ്യകൾ എന്നുള്ള ആ ഒരു ഭാഗത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്കാണ് കിടക്കുന്നത്. ദശാംശ സംഖ്യകളുടെ രണ്ടാമത്തെ ഭാഗം. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ദശാംശ സംഖ്യകൾ എന്താണ് എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ദശാംശ സംഖ്യകളുടെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, ബേസിക് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസിനെ സംബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ആ ഭാഗത്തിൽ ഉൾപ്പെടുത്തി. എന്നാൽ ഈ ഭാഗത്തിൽ നമ്മൾ കിടക്കുന്നത് ഭിന്നസംഖ്യകളെയും ദശാംശ സംഖ്യകളെയും സംബന്ധിച്ചുള്ള, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളുമായുള്ള ആ ഒരു കണക്ഷനിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു ദശാംശ സംഖ്യ തന്നിട്ട് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു ഭിന്നസംഖ്യ എഴുതുക എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് വരിക. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പൂർണ്ണമായി മനസ്സിലാക്കി പോകാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഒരേ ഡിഫിക്കൽട്ടി ലെവൽ ആയിരിക്കില്ല. ചില ചോദ്യങ്ങൾ വളരെ സിമ്പിളായിരിക്കും, ചില ചോദ്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പല പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു, ദശാംശ സംഖ്യകൾ തന്നെ പലതരമുണ്ട്. അപ്പോൾ ആ പലതരം ദശാംശ സംഖ്യകൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക പല മെത്തേഡുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൂടി നമുക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് എക്സാമ്പിളുകളെ ബേസ് ചെയ്ത് തന്നെ നമുക്കത് മനസ്സിലാക്കി പോകാം. ആദ്യത്തെ ചോദ്യം, 0.125 തുല്യമായ ഭിന്നസംഖ്യ ഏത്? 0.125. അപ്പോൾ 0.125 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ദശാംശ സ്ഥാനം മാറ്റാനായിട്ട്, ആ ദശാംശ ചിഹ്നം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ 1000 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 1000 എന്നുള്ളത് ആ ഒരു ഫിഗറിന് നമ്മൾ അമിതമായ പ്രാധാന്യം അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെയും നമ്മൾ ചിന്തിക്കുക, 3 സ്ഥാനങ്ങൾ നമ്മൾ മാറ്റണമല്ലോ. 3 സ്ഥാനങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ 3 തവണ 10 കൊണ്ട് ഗുണിക്കണം. അതായത് നമ്മൾ ഡിനോമിനേറ്ററിലും ആ സംഖ്യ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 125/1000 അല്ലേ? ഒരു സംശയവുമില്ല, 125/1000 എന്ന് പറയുന്നത് ഇതിന് തത്തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ തന്നെയാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് ഭിന്നസംഖ്യകളെ നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിൽ, ഏറ്റവും ബേസിക് ഫോമിൽ മാത്രമേ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി കുറച്ച് ക്യാൻസലേഷൻ ചെയ്ത് അതിനെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് 125/1000 നമുക്കറിയാവുന്ന സംഖ്യകൾ, പറ്റുന്ന സംഖ്യകൾ കൊണ്ട് നമ്മളതിനെ ക്യാൻസൽ ചെയ്യുന്നു. 5 കൊണ്ട്, ചെറിയ സംഖ്യകൾ പറയാനാണെങ്കിൽ 5 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന് കരുതുക. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 125നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 25 എന്നും 1000നെ 5 കൊണ്ട് ഹരിച്ചാൽ 200 എന്നും എഴുതാം. ഇനി നമുക്ക് വീണ്ടും ഈ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാൽ 25/5 5 എന്നും 200/5 40 എന്നും എഴുതാം. അപ്പോൾ 5 40 വീണ്ടും ഘടകവും ഗുണിതവുമായിട്ടുള്ള 2 സംഖ്യകളാണ്. അപ്പോൾ 40-ൽ നമുക്കറിയാം 8 അഞ്ചുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ 8-1 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഭിന്നസംഖ്യയെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസിൽ നമ്മൾ എഴുതിയ സംഖ്യകളെല്ലാം തന്നെ ഇതിന് തുല്യമായ ഭിന്നസംഖ്യകളാണ്. പക്ഷേ എപ്പോഴും ഒരു മത്സര പരീക്ഷയിൽ നമുക്ക് ഉത്തരങ്ങളിൽ ഓപ്ഷൻസിൽ വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഉത്തരം കൂടുതലും സാധ്യതയുള്ളത് 8-1 എന്ന ഏറ്റവും ചെറിയ രൂപത്തിൽ തന്നെയായിരിക്കും ഉത്തരം വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഓരോരുത്തരുടെയും ആ ഒരു ന്യൂമറിക്കൽ എബിലിറ്റിയുടെ ലെവൽ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ എല്ലാ ചോദ്യങ്ങളും ചെയ്യാം. ആ ഒരു ഓപ്ഷൻ എല്ലാ ചോദ്യങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ പല ആൾക്കാർക്കും അറിയാമായിരിക്കാം 125 × 8 1000 എന്ന്. ഇതറിയാമെങ്കിൽ, ഈ ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒറ്റ വെട്ടിന് തന്നെ നമുക്കതിനെ നേരെ 1/8 എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. 125 × 8 1000 എന്ന് അറിയാവുന്ന ഒരാൾക്ക്. ഇനി അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക, 250ൻ്റെ പകുതിയാണ് 125. 250 × 4 1000 എന്നറിയാത്തവരാരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ 250 4 തവണയുണ്ട് 1000-എങ്കിൽ 125 തീർച്ചയായിട്ടും 8 തവണയുണ്ടാകും എന്നുള്ള രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിനെ 8-1 എന്നുള്ള ഒരു ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അടുത്ത ചോദ്യം, 2.45 തുല്യമായ ഭിന്നസംഖ്യ ഏത്? 2.45. നമ്മുടെ ലോജിക്കിലൊന്നും ഒരു മാറ്റവുമില്ല. നമ്മളെന്താണ് ചെയ്യുന്നത്? 2.45 എന്നുള്ളതിൻ്റെ ആ ഒരു ദശാംശ ഭാഗം അല്ലെങ്കിൽ ദശാംശ ആ ചിഹ്നം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ 100 കൊണ്ട് ഗുണിക്കണം അല്ലേ? 2 തവണ 10 കൊണ്ട്, അതായത് 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഡിനോമിനേറ്ററിലും ഒരു 100 അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിന് തുല്യമായ ഭിന്നസംഖ്യയുടെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് 245/100 എന്നുള്ള രീതിയിലാണ്. ആ 245/100-ൽ നിന്ന് വേണം നമുക്കതിനെ കുറച്ചുകൂടി സിമ്പിളാക്കാൻ പറ്റുമോ എന്നുള്ള ആലോചന തുടങ്ങാൻ. അപ്പോൾ 245 5ൻ്റെ ഗുണിതമാണ്, 100ഉം 5ൻ്റെ ഗുണിതം തന്നെയാണ്.
അപ്പോൾ നമുക്കതിനെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 245നെ 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 49 ഡിവൈഡഡ് ബൈ 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 20. ഇനി ഇതിനെ ചെറുതാക്കാനായിട്ട് മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പം 49/20 എന്നുള്ളൊരു ഭിന്നസംഖ്യ നമുക്ക് കിട്ടി. എന്നാൽ നമ്മൾ ഭിന്നസംഖ്യകൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നിലധികം വിലയുള്ള, അതായത് അംശം കൂടുതലും ഛേദം കുറവുമായി വരുന്ന ഭിന്നസംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേര് വിഷമഭിന്നം എന്നാണ്. നമുക്ക് ഉത്തരത്തിൽ സാധാരണഗതിക്ക് കൊടുക്കുന്നത് ഒരു വിഷമഭിന്ന രൂപത്തിൽ ഒരു ഉത്തരം കൊടുക്കാനുള്ള സാധ്യത നന്നേ കുറവാണ്. നമുക്കതിന് തുല്യമായിട്ടുള്ള മിശ്രഭിന്ന രൂപമായിരിക്കും ഉത്തരത്തിൽ വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഉത്തരത്തെ ഒരു മിശ്രഭിന്ന രൂപത്തിലേക്ക് മാറ്റാനായിട്ട് ചിന്തിക്കാം. 49നെ 20 കൊണ്ട് ഹരിച്ചാൽ 49നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 പൂർണ്ണമായി കിട്ടുക. 2 20കൾ എടുക്കാം. 2 20കൾ ചേർന്നാൽ 40. പിന്നെ അവിടെ ആ സംഖ്യയിൽ അവശേഷിക്കുന്നത് ഒരു 9. അപ്പോൾ 9/20 എന്നുള്ള രീതിയിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ 2ഉം 9/20 എന്നുള്ളതാണ് കൂടുതലായിട്ട് നമുക്ക് സാധ്യത വരാവുന്ന ഒരു ഫിഗർ. അപ്പോൾ 2ഉം 9/20 ഇതിൻ്റെ ഉത്തരമായി ഓപ്ഷൻസിൽ കാണാൻ സാധിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ ചോദ്യത്തിനോടനുബന്ധിച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതായത് ഈ ചോദ്യത്തിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ ഈ 245നെ 5 കൊണ്ട് ഹരിക്കുന്ന ഒരു സ്റ്റെപ്പുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമൊന്ന് പറയാനായിട്ടാണ് അടുത്ത ഒരു സ്റ്റെപ്പ് ഞാൻ പറയുന്നത്. 245 ഡിവൈഡഡ് ബൈ 5 എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് പലപ്പോഴും നമ്മുടെ കാൽക്കുലേഷൻസിൽ ഇതുപോലെ 5 കൊണ്ട് ചില സംഖ്യകളെ ഹരിക്കേണ്ടി വരാം. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. 245നെ 5 കൊണ്ട് ഹരിക്കുന്നതിലും വളരെ വളരെ എളുപ്പമായ ഒരു കാൽക്കുലേഷനുണ്ട്. 245ൻ്റെ ഇരട്ടി കാണുക. 245ൻ്റെ ഇരട്ടി എത്രയാണ്? 490. ആ 490ൻ്റെ 0 അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കുക. 49. ഇതാണ് 5 കൊണ്ടുള്ള ഹരണത്തിൻ്റെ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു മാർഗ്ഗം. മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ 135 എന്നൊരു സംഖ്യ എടുക്കുന്നു. 135നെ എനിക്ക് 5 കൊണ്ട് ഹരിക്കണം. ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 135നെ നേരെ 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 270. അതിൻ്റെ 0 കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി 27. ഇപ്പോൾ വലിയ സംഖ്യകളാണെങ്കിൽ തന്നെ ഇപ്പോൾ 1325 ഡിവൈഡഡ് ബൈ 5 നമുക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. 1325/5 നേരെ ഇരട്ടിയാക്കുക. 1300, 2600, 25, 50. അപ്പോൾ 2650 എന്ന് നമുക്ക് കിട്ടും. ആ 2650ൻ്റെ 0 കളഞ്ഞാൽ നമുക്ക് വേണ്ട ഉത്തരമായി 265. ഈ രീതിയിലാണ് നമുക്ക് 5 കൊണ്ടൊരു സംഖ്യ ഹരിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം, 0.8 തുല്യമായ ഭിന്നസംഖ്യ ഏത്? കുറച്ചുകൂടി താരതമ്യേന എളുപ്പമുള്ള ചോദ്യമാണ്. 0.8. 0.8 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യ ആക്കാം, 8. അപ്പോൾ ആ 10നെ നമ്മൾ ഡിനോമിനേറ്ററിലും എടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് 8/10 എന്നാണ്. ആ 8/10നെ നമ്മൾ ഒന്നുകൂടി സിമ്പിളാക്കി എഴുതാൻ സാധിക്കും. 4/5. 8/10 എന്നുള്ളതിന് പകരം നമ്മൾ എന്തെഴുതുന്നു? 4/5 എന്നെഴുതുന്നു. വീണ്ടും അതുപോലെ തന്നെ ഒരു ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചെയ്ത് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. 0.35 തുല്യമായ ഭിന്നസംഖ്യ ഏത്? 0.35. നമുക്കതിനെ ഒരു പൂർണ്ണസംഖ്യയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ അതിനെ 35 മാറ്റുകയാണ് വേണ്ടത്. 0.35നെ 35 ആക്കണമെങ്കിൽ നമ്മളവിടെ നടത്തുന്ന ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 100 കൊണ്ടാണ്. കാരണം 2 ദശാംശ സ്ഥാനങ്ങൾ സംഖ്യയിലുണ്ട്, അല്ലേ? ദശാംശത്തിന് ശേഷം സംഖ്യയിൽ 2 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 2 തവണ 10 കൊണ്ട് അല്ലെങ്കിൽ എഫക്റ്റീവ്ലി 100 കൊണ്ട് ഗുണിക്കേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആ 100 തീർച്ചയായിട്ടും ഇവിടെ ഛേദത്തിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 35/100 എന്ന് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ 35, 100 എന്നിവ പൊതുവായി നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ആവുന്ന സംഖ്യകളാണ്. ആ 5ൻ്റെ ക്യാൻസലേഷൻ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 35/5 7ഉം 100/5 20 നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സിംപ്ലസ്റ്റ് ഫോമിലുള്ള ഉത്തരം. 7/20 0.35 തത്തുല്യമായ ഭിന്നസംഖ്യാരൂപം. അടുത്ത ചോദ്യം, 1.75 തുല്യമായ ഭിന്നസംഖ്യ. 1.75. 1.75ലും നമുക്ക് ദശാംശത്തിന് ശേഷം വരുന്ന സ്ഥാനങ്ങൾ 2 സ്ഥാനങ്ങളാണ്. അപ്പോൾ ആ 2 സ്ഥാനങ്ങളൊന്ന് കറക്റ്റ് ചെയ്തെഴുതുമ്പോൾ സംഖ്യ 175 ആവും, അല്ലേ?
അപ്പോൾ 2 സ്ഥാനങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണിച്ചത് വീണ്ടും 100 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 100 കൊണ്ട് ഗുണിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ ഛേദത്തിലൊരു 100നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 175/100 എന്നൊരു സംഖ്യയാണ് ഭിന്നസംഖ്യയാണ് നമുക്ക് കിട്ടുക. 175/100നെ നമുക്ക് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25 കൊണ്ട് ഹരിക്കാം. 25 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 7/4 എന്ന് നേരിട്ട് കിട്ടും. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 5 കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള 5 കൊണ്ടോ ഒക്കെയുള്ള സംഖ്യകൾ കൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഹരിക്കുക. 5 കൊണ്ട് 2 തവണ ഹരിക്കേണ്ടി വരും. 25 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ 25 7 175. അതുപോലെ തന്നെ 25 4 100. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ വീണ്ടും ഒരു വിഷമ ഭിന്നത്തിൻ്റെ രൂപത്തിലാണ് നമ്മളതിനെ എഴുതുന്നതെങ്കിൽ നമുക്ക് 7/4 എന്ന് ഉത്തരം എഴുതാം. പിന്നെ സ്വാഭാവികമായും 7/4 എന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് നമുക്ക് അതിൻ്റെ മിശ്രഭിന്ന രൂപമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ 7നെ 4 കൊണ്ട് ഹരിക്കുന്നു, ഹരണഫലം 1, പിന്നെ ശിഷ്ടം വരുന്നത് 3, പിന്നെ ഡിനോമിനേറ്ററിൽ 4 തന്നെ എടുക്കുന്നു. അപ്പോൾ 1ഉം 4/3 എന്നുള്ള ആ ഒരു രൂപത്തിലാണ് കൂടുതലും ഉത്തരം കാണാനുള്ള സാധ്യതയുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. 0.666 അങ്ങനെയുള്ള ഒരു ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയാക്കി എഴുതുക. അപ്പോൾ ഇവിടെ നമ്മുടെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതായത് ഇതുവരെ പറഞ്ഞതെല്ലാം ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ പ്രോപ്പറായിട്ട് അവസാനിക്കുന്ന ഒരു സംഖ്യയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിലോ 2 സ്ഥാനത്തിലോ 3 സ്ഥാനത്തിലോ ഒക്കെ അവസാനിക്കുന്ന ദശാംശ സംഖ്യകളെയാണ് നമ്മൾ ഇതുവരെയുള്ള ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ അവസാനിക്കാത്ത ഒരു നോൺ ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിംഗ് പാറ്റേണിലുള്ള ഒരു ഡെസിമൽ നമ്പറാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. 0.666 അങ്ങനെ. അപ്പോൾ ഈ ഒരു റെക്കറിംഗ് ഡെസിമൽ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടാവും, പല ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് നമ്മളിപ്പോൾ പല സംഖ്യകളെയും പരസ്പരം ഡിവൈഡ് ചെയ്താൽ ഒരു കാൽക്കുലേറ്ററിൽ എന്ന പോലെ നമ്മളൊന്ന് പല സംഖ്യകളെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 4നെ 6 കൊണ്ട് ഹരിച്ചാലോ അല്ലെങ്കിൽ 8നെ 12 കൊണ്ട് ഹരിച്ചാലോ 10നെ 15 കൊണ്ട് ഹരിച്ചാലോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ പറയുന്ന 0.666 എന്ന ആ ഒരു പാറ്റേണിലായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഭിന്നസംഖ്യയാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് മാത്രം ഞാനിതിൻ്റെ ഒരു പ്രോപ്പർ മെത്തേഡ്, ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് പറയാം. പിന്നീട് നമ്മൾ അങ്ങോട്ട് ഷോർട്ട് കട്ടിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഷോർട്ട് കട്ട് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതൊന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ആ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നത്. അതായത് ഈ സംഖ്യ എക്സ് ആണ് എന്ന് വിചാരിക്കുക. ഈ സംഖ്യ എക്സ് ആണെന്ന് കണക്കാക്കുക. എന്നിട്ട് നമുക്ക് എക്സിൻ്റെ ഭിന്നസംഖ്യാ രൂപമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0.6666 എന്നാണ് നമ്മുടെ ചോദ്യം പറയുന്നത്. അപ്പോൾ ഞാനൊരു ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഒന്ന് 10 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 10x എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 6 ഇപ്പുറത്തേക്ക് വന്നു, എന്നിട്ട് ബാക്കിയുള്ളത് അതേപടി തന്നെ ആവർത്തിക്കുകയായിരിക്കും ചെയ്യുക. 6.6666 എന്നായിരിക്കും വരിക. എന്നിട്ട് നമുക്ക് ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് എടുക്കാം, ഈ 2 ഇക്വേഷനുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ 10x മൈനസ് എക്സ് നമുക്ക് മിച്ചം വരുന്നത് എത്രയാണ്? 9x ആയിരിക്കും മിച്ചം വരിക. ഇനി 6.666 നിന്ന് 0.666 എന്നുള്ള ആ ഒരു ഡെസിമൽ പാർട്ട്, അവിടെ ദശാംശ ഭാഗം അവിടെ റിമൂവ് ആകും അല്ലേ, വ്യത്യാസം എടുക്കുമ്പോഴത്തേക്ക്. ആ ദശാംശ ഭാഗം വ്യത്യാസത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 9x ഈക്വൽ ടു 6 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് x ഈക്വൽ ടു 6/9 എന്ന് കണക്കാക്കാം. x ഈക്വൽ ടു 6/9. നമുക്കറിയാം 6ഉം 9ഉം 3ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് നമുക്കതിനെ കുറച്ചുകൂടി സിമ്പിളാക്കി 2/3 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ മെത്തേഡ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടൊരു പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി സമയം കളയേണ്ട യാതൊരു ആവശ്യങ്ങളും അവിടെ ഇല്ല. നമ്മളതിനെ ഒരു ഷോർട്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്താൽ ഈ 0.6666 എന്നുള്ളതിനെ നമുക്ക് എപ്പോഴും അതിനൊരു നൊട്ടേഷൻ എന്ന് പറയുന്നത് 0.6 എന്ന് മാത്രം എഴുതി മുകളിലൊരു വര ഇങ്ങനെ ഇട്ടാൽ മതി. പലപ്പോഴും പരീക്ഷകളിലും അങ്ങനെ കാണാറുണ്ട്. ഒരു വര മുകളിൽ, ഒരു സംഖ്യയുടെ മുകളിൽ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അതേ ഭാഗം തന്നെ ആവർത്തിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 6 വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 സ്ഥാനങ്ങൾ ആവർത്തിക്കുന്ന ഒരു സംഖ്യയാണെങ്കിൽ നമ്മൾ അതിനെ 0.262626 അങ്ങനെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 0.26 ആവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കും നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 6. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് പറയാൻ പോകുന്നത്.
ആവർത്തിക്കുന്ന സംഖ്യ എടുത്ത് അംശത്തിൽ ന്യൂമറേറ്ററിൽ ഇടുന്നു. എന്നിട്ട് ഡിവൈഡഡ് ബൈ ആവർത്തിക്കുന്ന സംഖ്യ ഇവിടെ ഒരൊറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം മാത്രമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 10 - 1 9 എന്നുള്ളത് ഡിനോമിനേറ്ററിൽ ഇടുക. 10 - 1 9 എന്ന് ഡിനോമിനേറ്ററിൽ ഇടുന്നു. ഓക്കെ, അപ്പോൾ 6/9 അല്ലെങ്കിൽ 2/3 എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് വരാവുന്നതാണ്. ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഇപ്പോൾ ഈ പറഞ്ഞ കാൽക്കുലേഷനിലാണെങ്കിൽ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ തോന്നിക്കാണും, 2 സ്ഥാനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് മാറ്റം വരുത്തും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഉദാഹരണം കൂടെ ഒന്ന് ചിന്തിക്കാം. ഇവിടെ ആവർത്തിക്കുന്ന ഭാഗം 26. ആവർത്തിക്കുന്ന ഭാഗം എടുത്ത് ന്യൂമറേറ്ററിൽ അംശത്തിലിടുന്നു 26. ഇനി ഡിനോമിനേറ്ററിൽ എന്ത് വരുമെന്ന് ചോദിച്ചാൽ ഇവിടെ ആവർത്തിക്കുന്നത് 2 അക്കങ്ങളാണ് അല്ലേ? 2 അക്കങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് 100 - 1 99 ആയിരിക്കും അവിടെ ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ ഇതാണ് നമുക്ക് റെക്കറിങ് ഡെസിമൽസിനെ, അതായത് അക്കങ്ങൾ ആവർത്തിച്ച് ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അക്കങ്ങൾ ആവർത്തിച്ച് വരുന്ന രീതിയിലുള്ള ദശാംശ സംഖ്യകളെ ഒരു ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാനുള്ള എളുപ്പവഴി. ഇനി നമുക്ക് ഇതേ മാതൃകയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. അടുത്ത ചോദ്യം 0.454545 ആ രീതിയിലാണ് നമുക്ക് അടുത്ത ഭിന്നസംഖ്യ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സിമ്പിളായിട്ട് എഴുതിയാൽ നമുക്ക് ഇതിൻ്റെ കൂടി ഒന്ന് പ്രോപ്പർ മെത്തേഡ് ആദ്യം ഒന്ന് പറഞ്ഞു പോകാം. അതായത് എക്സ് എന്ന സംഖ്യയെ നമ്മൾ 0.454545 എന്നുള്ള രീതിയിൽ ആവർത്തിക്കുന്നതായി കണക്കാക്കിയാൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ 10x എടുത്തിട്ട് കാര്യമില്ല. കാരണം 4 5 2 സ്ഥാനങ്ങളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് 100x എടുക്കുക. ആ 2 സ്ഥാനങ്ങൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100x ആണ് കണക്കാക്കേണ്ടത്. അപ്പോൾ 100x = 45.4545 അങ്ങനെയായിരിക്കും പോവുക. എന്നിട്ട് നമ്മൾ ഈ 2 ഇക്വേഷനുകളും 2 സമവാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ 100x - x എന്നുള്ളത് നമുക്ക് 99x ആണ് കിട്ടുക. 99x. ഇനി 45.0 ഈ ദശാംശ ഭാഗങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമെടുക്കുമ്പോൾ പൂർണ്ണമായി ഒഴിവായി പോകും. 45 - 0 എന്നുള്ളത് നമുക്ക് 45 കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ് എന്നുള്ള സംഖ്യയുടെ നമുക്ക് ആവശ്യമുള്ള എക്സിൻ്റെ ഭിന്നസംഖ്യാ രൂപം കിട്ടും 45/99. ഇതിനെ നമ്മൾ ഒന്നുകൂടി 3 കൊണ്ട് ക്യാൻസലാക്കി കഴിഞ്ഞാൽ നമുക്ക് 15/33 എന്നായിരിക്കും ഉത്തരം കിട്ടുക. അപ്പോൾ ഒരു സ്ഥാനം വരുന്നതിനും 2 സ്ഥാനം വരുന്നതിനും ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ലെങ്തി മെത്തേഡ് നമ്മൾ പറഞ്ഞത്. ഈ ലെങ്തി മെത്തേഡ് എന്ന് പറയുന്നത് ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു രീതിയല്ല. നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഈ സംഖ്യ എന്ന് പറയുന്നത് 0.45 റെക്കറിങ്, അതായത് 4 5 എന്നുള്ള ഭാഗങ്ങൾ ആ 2 അക്കങ്ങളാണ് ആവർത്തിക്കുന്ന ഭാഗം, സംഖ്യയുടെ ആവർത്തിക്കുന്ന ഭാഗം. അപ്പോൾ 4 5 ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ആവർത്തിക്കുന്ന ഭാഗം റെക്കറിങ് പാർട്ട് എടുത്ത് അംശത്തിലേക്ക് കൊണ്ടുവരുന്നു ഉത്തരത്തിൻ്റെ. എന്നിട്ട് ഛേദത്തിൽ വരുന്നത് 4 5 2 പൊസിഷനുകളാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ 2 സ്ഥാനങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 100ൽ നിന്ന് 1 കുറച്ചുള്ള 99. ഒരു സ്ഥാനമാണ് ആവർത്തിക്കുന്നതെങ്കിൽ 10ൽ നിന്ന് 1 കുറച്ച് 9 എന്ന് എഴുതുന്നു. 2 സ്ഥാനങ്ങൾ ആവർത്തിക്കുമ്പോൾ 100ൽ നിന്ന് 1 കുറച്ച് 99 എന്നും 3 സ്ഥാനങ്ങൾ ആവർത്തിക്കുമ്പോൾ 1000ൽ നിന്ന് 1 കുറച്ച് 999 എന്നും എന്നുള്ള ആ ഒരു പാറ്റേണിൽ എഴുതുന്നു. 45നെ 99നെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ കിട്ടുന്നത് 15/33. ഈ 15/33നെ നമുക്ക് ഒന്നുകൂടി 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഒന്നുകൂടി 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 5/11 എന്നുള്ള ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞ ഇവിടെ ഒരു സിംപ്ലിഫിക്കേഷനും കൂടെ ബാക്കിയുണ്ട്. 5/11 ആയിരിക്കും ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം. 5/11. അടുത്ത ചോദ്യം 0.272727 എന്നുള്ളതിൻ്റെ ഭിന്നസംഖ്യയാക്കി എഴുതുക. ഭിന്നസംഖ്യാ രൂപം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ ആ ഷോർട്ട് കട്ട് രീതി മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ആ ഒരു ലെങ്തി മെത്തേഡിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ ഒരു പരീക്ഷയിൽ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഉചിതം. അപ്പോൾ ഈ സംഖ്യയെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാം. 0.27 എന്നുള്ള ഭാഗം ആവർത്തിച്ച് വരുന്നു. ദശാംശത്തിന് ശേഷമുള്ള 2 7 എന്നീ അക്കങ്ങൾ ആവർത്തിക്കുന്നു. അപ്പോൾ ആവർത്തിക്കുന്ന അക്കങ്ങളുടെ എണ്ണം 2 ആണ്. ഓക്കെ, അപ്പോൾ ആവർത്തിക്കുന്ന ഭാഗം എടുക്കുന്നു. ആവർത്തിക്കുന്ന ഭാഗം 27.
ഡിവൈഡഡ് ബൈ ആവർത്തിക്കുന്ന അക്കങ്ങളുടെ എണ്ണം 2 വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 2 പൂജ്യങ്ങളുള്ള 100-ൽ നിന്ന് 1 കുറച്ച് കിട്ടുന്ന 99 എടുത്ത് ഡിനോമിനേറ്ററിലേക്ക് ഇടുക. 99നെ ഡിനോമിനേറ്ററിലേക്ക് ഇട്ടു. അപ്പോൾ 27/99 എന്നുള്ളത് 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 9/33 ആകും. ഇനി ഒന്നുകൂടി നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 3/11 എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ ആൻസർ എഴുതിയാൽ ഉത്തരം 3/11 ആയിരിക്കും. അടുത്തത് മറ്റൊരു ചോദ്യം. 0.123 123 123 അങ്ങനെ ആവർത്തിക്കുന്ന ഒരു ദശാംശ സംഖ്യ, അതിനെ ഭിന്നസംഖ്യയാക്കി എഴുതുക എന്നതാണ്. അപ്പോൾ ഇവിടെ 3 സ്ഥാനങ്ങളാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ സംഖ്യ നമുക്കൊന്ന് മാറ്റി എഴുതാം. നമ്മൾ പറയാറുള്ള രീതിയിൽ നമുക്കൊന്ന് മാറ്റി എഴുതാം. 0.123 ആവർത്തനം അല്ലേ. അപ്പോൾ 1, 2, 3 എന്ന ഭാഗം, ആ 3 അക്കങ്ങളാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ആ 3 അക്കങ്ങൾ ആവർത്തിക്കുമ്പോൾ നമുക്കതിനെ ആവർത്തിക്കുന്ന ഭാഗം അവിടെ 123 ആയിട്ടാണ് കണക്കാക്കുക. 123 ഡിവൈഡഡ് ബൈ 3 സ്ഥാനങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സംഖ്യ 999 ആണ്. അതായത് എങ്ങനെയാണ് കിട്ടിയത് എന്ന് കൂടി ഓർമ്മിക്കുക. 1000-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 999. അപ്പോൾ നമുക്കവിടെ ഉത്തരം വരേണ്ടത് 123/999. വലിയ സംഖ്യകളാണ്. പെട്ടെന്ന് നമുക്ക് ക്യാൻസലേഷൻ കിട്ടാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നാം. എങ്കിലും ശ്രദ്ധിക്കുക, 123 999 നമുക്കവിടെ കിട്ടേണ്ട ഒരു ക്യാൻസലേഷൻ എന്ന് പറയുന്നത് 3 കൊണ്ട് തന്നെ ഹരിക്കാൻ സാധിക്കും. 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 2 സംഖ്യകളും അംശവും ഛേദവും 3ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഛേദത്തിൽ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 333, അംശത്തിലാണെങ്കിൽ കിട്ടുന്നത് 41. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസറായിട്ട് വരുന്നത് ഇവിടെ 41/333 എന്നുള്ള ഉത്തരമായിരിക്കും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള, നമ്മൾ ആ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് ചെറിയ വ്യത്യാസമായിട്ട് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഷോർട്ട് കട്ട് രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാവുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ ഈ സംഖ്യയ്ക്ക് എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്നുള്ള മാറ്റമെന്ന് ആദ്യം നമുക്കൊന്ന് പഠിക്കാം. ഇപ്പോൾ 1.8333, അതായത് ആവർത്തിക്കുന്ന ഭാഗം അവിടെ 3 മാത്രമാണ് അല്ലേ. അതിന് മുമ്പ് ഒരു 1 വരുന്നുണ്ട്. ദശാംശ സംഖ്യയ്ക്ക് ഇടത്ത് ഭാഗത്തായി ഒരു 1 വരുന്നു, വലത്ത് ഭാഗത്തായി ഒരു 8 വരുന്നു. ഈ 2 അക്കങ്ങളും അതിനകത്ത് ആവർത്തിക്കുന്നുമില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞതിനകത്തെല്ലാം എന്താണ്, 0 എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. ഒരു പ്രത്യേകത. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദശാംശത്തിന് ശേഷം വരുന്ന സ്ഥാനങ്ങളെല്ലാം മുഴുവനായി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ വരുന്നില്ല. 1.8333 അതിൽ ആവർത്തിക്കുന്ന ഭാഗം ഈ 3 മാത്രമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സംഖ്യയെ എക്സ് എന്ന നമ്മുടെ സംഖ്യയെ നമുക്കിങ്ങനെ ഡിനോട്ട് ചെയ്യാം. 1.83 എന്നുള്ള ഭാഗം ആവർത്തിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ആവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്ന അതേ സിമ്പിൾ തന്നെ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഈ സംഖ്യയെ അപ്പാടെ നമുക്ക് എടുത്ത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒരു തവണ ചെയ്തതുകൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ദശാംശ ഭാഗത്തെ കളയാൻ സാധിക്കണം. അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യണം. ആദ്യം നമ്മൾ 10x എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. 10x കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ ആവർത്തിക്കുന്ന ഭാഗം മാത്രമായിട്ട് ഒരു സൈഡിൽ എത്തിക്കാൻ സാധിക്കും അല്ലേ. ആവർത്തിക്കുന്ന ഭാഗം മാത്രമായിട്ട് ഒരു സൈഡിൽ നമ്മൾ എത്തിച്ചു. അപ്പോൾ നമുക്ക് 18.3 ആവർത്തിക്കുന്നു എന്നുള്ള ഫോമിൽ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമ്മൾ 100x കൂടി കാണണം. 100x കൂടി കണ്ടാലേ നമുക്ക് വ്യത്യാസം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ എക്സുമായുള്ള വ്യത്യാസം എടുത്താൽ നമുക്കിവിടെ ദശാംശ ഭാഗം പോവില്ല. ദശാംശ ഭാഗം പോവില്ല എന്നല്ല, നമുക്ക് ആ 0.8 മാത്രം ഇവിടെ അവശേഷിക്കും. അതുകൊണ്ട് നമ്മൾ 100xനെ പറ്റി ചിന്തിക്കുന്നു. 100xനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 183 അതേ ഭാഗം ആവർത്തിക്കുന്നു. 3 എന്നുള്ള ഭാഗം ആവർത്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ദശാംശ ഭാഗം കളയാൻ പറ്റും. അതായത് 100xും 10xും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 100xും 10xും തമ്മിലുള്ള വ്യത്യാസം 90x ആണ്. അപ്പോൾ ആ 90x എന്ന് പറയുന്നത് ഈ 2 സംഖ്യകളും തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഏതാണ്, ആ ദശാംശ ഭാഗം പോയിട്ട് 183 നിന്ന് 18 പോകുമ്പോൾ കിട്ടുന്ന 165 ആയിരിക്കും അവശേഷിക്കുക. 165. അപ്പോൾ നമുക്ക് കിട്ടിയത് 90x = 165. അപ്പോൾ എക്സിനൊരു വില നമുക്ക് കൊടുക്കാം. എക്സ് ഈക്വൽ ടു 165 ഡിവൈഡഡ് ബൈ 90 എന്ന് നമുക്ക് കൊടുക്കാം. 165/90. ഇനി 165/90നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന 5 കൊണ്ടാണ്. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ
മേളിലൊരു 33 വരുന്നു, മേളിലൊരു 33 വന്നു, 33 5 165. താഴെ വരുന്നത് 90/5 ചെയ്യുമ്പോൾ കിട്ടുന്ന 18. താഴെ വരുന്നത് 18. അപ്പം 33/18. വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 3ൻ്റെ ഗുണിതങ്ങളാണ്. 3 കൊണ്ട് അതിനെ ഒന്നുകൂടി ക്യാൻസൽ ചെയ്താൽ 11/6 എന്നാണ് വരിക. 11/6. ഇതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തെഴുതാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 11 അംശവും 6 ഛേദവും. അപ്പോൾ അംശം കൂടുതലും ഛേദം കുറവുമായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ മിശ്രഭിന്ന രൂപത്തിൽ എഴുതിയാൽ 11-ൽ ഒരു 6 കിട്ടുന്നു, ബാക്കി ഒരു 5 അവശേഷിക്കുന്നു. ഡിനോമിനേറ്ററിൽ 6 തന്നെ. അപ്പോൾ 1ഉം 6-ൽ 5ഉം എന്നുള്ള ഒരു ഭിന്നസംഖ്യയായിരിക്കും നമുക്കിതിൽ നിന്ന് കിട്ടുക. ഉത്തരമായി വരുന്നത് 1ഉം 6-ൽ 5ഉം. നമുക്ക് സിമിലർ ആയിട്ടുള്ള കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെയുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 0.321212 അങ്ങനെ വരുന്ന ഒരു ദശാംശ സംഖ്യയാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ഭിന്നസംഖ്യയാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ആവർത്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 1 2 എന്നുള്ള ഭാഗമാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ സംഖ്യ എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് 0. സംഖ്യയെ നമുക്ക് എഴുതാൻ സാധിക്കുക 0.312 എന്ന ഭാഗം മാത്രമാണ് ആവർത്തിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ വര നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്ന ഭാഗത്തിൻ്റെ മാത്രം മുകളിലാണ് ഈ വര ഉപയോഗിക്കുക, ആവർത്തിക്കുന്ന ഭാഗം ഡിനോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ആവർത്തിക്കുന്ന ഭാഗം മാത്രമാക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 10x കാണുക എന്നുള്ളതാണ്. അപ്പോൾ 10x കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.12 ആവർത്തിക്കുന്നു. 3 ദശാംശം അതിനുശേഷം ദശാംശത്തിന് ശേഷം 1 2 ആവർത്തിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് 100x കണ്ടിട്ട് ഇവിടെ കാര്യമില്ല. കാരണം 100x കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ദശാംശ ഭാഗം എൻ്റയർലി ചേഞ്ച് ആയിപ്പോൾ. കാരണം 100x എന്ന് പറയുമ്പോൾ 10xൽ നിന്ന് ഒരു 10 കൂടെയല്ലേ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുള്ളൂ. അപ്പോൾ 2 1 2 1 എന്ന് അത് ചേഞ്ച് ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ നേരെ 10ന് ശേഷം നമ്മൾ പോകുന്നത് നേരെ 1000-ലേക്കായിരിക്കും. 1000x അതിനൊരു ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് വീണ്ടും ഈ പറയുന്ന പോലെ 312, അതായത് ഒരു 1ഉം 2ഉം ദശാംശത്തിന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. എന്നിട്ട് നമുക്ക് 312.12 ആവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് ആവർത്തന ഭാഗം സെയിം ആക്കി തന്നെ നിർത്താനായിട്ട് സാധിക്കും. എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണക്കിലെടുക്കുക. അപ്പോൾ നമുക്ക് 1000-ൽ നിന്ന് 10 കുറച്ചാൽ 990x എന്ന് കിട്ടുന്നു. 990x ഈക്വൽ ടു 312 3ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ 309 കിട്ടുന്നു. 309. അപ്പോൾ 990 309 എന്നീ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ആ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് 309/990 ഇനി അതിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കതിനെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 103 എന്നൊരു സംഖ്യ കിട്ടി. 103/990 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 330 കിട്ടുന്നു. 103/330. ഇനി ഈ രണ്ട് സംഖ്യകളെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം 103/330 ആയിരിക്കും. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. അതായത് ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യകളാക്കി മാറ്റുന്ന ആ ഒരു രീതി, അതിനെ ആസ്പദമാക്കി ചോദിക്കാറുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു റെക്കറിങ് ആയിട്ടുള്ള സംഖ്യകളെ, ആവർത്തനം വരുന്ന ആ ഒരു രീതിയിലുള്ള സംഖ്യകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പലപ്പോഴും നമുക്ക് ചോദ്യപേപ്പറുകൾ കാണാറുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ശ്രദ്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം.